ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മുൻപത്തെ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക. നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള വീഡിയോസാണ്, സെഷൻസാണത്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 എന്താണെന്ന് നോക്കാം. എ ചെക്ക് ഡേറ്റഡ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഈസ്. A check dated subsequent to the date of its issue is ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണോ? ഓപ്ഷൻ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ഓപ്ഷൻ ബി ബ്ലാങ്ക് ചെക്ക്, ഓപ്ഷൻ സി ക്രോസ്ഡ് ചെക്ക്, ഓപ്ഷൻ ഡി അക്കൗണ്ട് പേയർ ചെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേതാണ് അക്കൗണ്ട് പേയ് ചെക്കാണ്. അപ്പോൾ അതിലേതാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഉത്തരമാണെന്നാണ് നോക്കണത് കേട്ടോ. അപ്പോൾ സബ്സിക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഏതാണ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് സബ്സീക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കിയിട്ട് പോവാം. സെക്ഷൻ 6 ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 6 എന്ത് കിടക്കുന്നത്? ചെക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് കേട്ടോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ സെക്ഷൻ 6 ആണ് ചെക്ക്. 6 ചെക്ക് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ചെക്കിലെ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട് കേട്ടോ. 3 പാർട്ടീസാണ് ചെക്കിലുള്ളത്. എത്ര പാർട്ടീസാണ്? 3 പാർട്ടീസ്. ആരൊക്കെയാണ്? ഡ്രോയർ, അതായത് ചെക്ക് എഴുതുന്ന ആൾ, അദ്ദേഹത്തിൻ്റെയാണ് ചെക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബുക്കിലാണ് നമ്മൾ ചെക്ക് ഉപയോഗിക്കണത് കേട്ടോ. അപ്പോൾ അക്കൗണ്ട് ഹോൾഡർ ആണ് ആര്? ഡ്രോയർ എന്ന് പറഞ്ഞാൽ. ആരാണ് ഡ്രോയി? ഡ്രോയി എന്ന് വെച്ചാൽ ആ ബാങ്കാണ്. ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ആണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ ആ ബാങ്കാണ് എന്ത്? ആ ബാങ്കിനെയാണ് ഡ്രോയി എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ബാങ്കായിരിക്കും ചെക്കിൻ്റെ കേസിൽ ആര്? ഡ്രോയി. ഡ്രോയി ഓൾവേസ് ബി എ ബാങ്കർ. ഇൻ കേസ് ഓഫ് എ ചെക്ക് ദ ഡ്രോയി ഓൾവേസ് ബി എ ബാങ്കർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഡ്രോയർ. അത് പൂർണ്ണമായിട്ടും ആര് സൈൻ ചെയ്യണം? ഡ്രോയർ സൈൻ ചെയ്തിരിക്കണം. സെക്ഷൻ 6 ഓഫ് ദ NI ആക്ട് ഡീൽസ് അബൌട്ട് ചെക്ക് എന്ന് പറയുന്നു. പിന്നെ 3 പാർട്ടീസാണുള്ളതെന്ന് പറയുന്നു. ഇതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഒരു കണ്ടീഷൻ വെച്ചിട്ടല്ല, അൺകണ്ടീഷണൽ ഓർഡറാണ്. ഇറ്റ് ഈസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഇന്ന ബാങ്കിൻ്റെ പേരിലാണ്. അപ്പോൾ സ്പെസിഫൈഡ് ബാങ്കറെ ഉദ്ദേശിച്ചിട്ടാണ് ഓരോ ചെക്കുകളും ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഡിമാൻഡായിട്ട് ചെല്ലുമ്പോഴാണ്, പേയബിൾ ഓൺ ഡിമാൻഡാണ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേയബിൾ ഓൺ ഡിമാൻഡ്, വീട്ടിൽ വെച്ച കാശ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു തരുമോ? ഇല്ല, നമ്മൾ ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് പോകണം അല്ലേ. പേയബിൾ ഓൺ ഡിമാൻഡ് മാത്രമാണ് ചെക്ക്. നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് മാറിത്തരുള്ളൂ. എനിക്കൊരാൾ ചെക്ക് തന്നു, എന്നാൽ ശരി അതോടെ വയ്ക്കാം, അത് പിന്നെ എപ്പോഴെങ്കിലും കാശ് വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നാൽ വരില്ല. നമ്മൾ ഡിമാൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ തരും ഡിമാൻഡ് ചെയ്താൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇൻ കേസ് ഓഫ് എ ചെക്ക് എപ്പോഴും ഡ്രോയി ആണ് ആര്? ബാങ്ക് എന്ന് ആലോചിക്കുക. അപ്പോൾ ആരാണ് പേയി? പേയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ പേരാണോ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ആർക്കാണോ കാശ് കിട്ടാനുള്ളത്, അതാണ് പേയി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില കേസിൽ ഡ്രോയർക്ക് തന്നെയായിരിക്കും എന്ത്? പേയി ആവുക അല്ലേ. ചിലപ്പോൾ അയാൾക്ക് തന്നെയായിരിക്കും പൈസയ്ക്ക് ആവശ്യം. അപ്പോൾ അയാൾ സ്വന്തം ചെക്ക് മാറാൻ വേണ്ടിയിട്ട്, സെൽഫ് ചെക്കിൻ്റെ കേസിൽ 2 പേരും ഒരാളായിരിക്കും അല്ലേ. ഡ്രോയറും പേയിയും ഒരേ കേസ്. ഏത് കേസിലാണ്? സെൽഫ് അല്ലേ. സെൽഫായിട്ടുള്ള ചെക്കുകളുടെ കേസിൽ 2 പേരും ഒരാൾ തന്നെയായിരിക്കും. എനിക്ക് എൻ്റെ ആവശ്യത്തിന് തന്നെയായിരിക്കും ഞാൻ ഒപ്പിട്ടിട്ട് ബാങ്കിൽ കൊണ്ടു കൊടുക്കുന്നത്. അല്ല മറ്റൊരാൾക്ക് നമ്മൾ അവരുടെ പേരെഴുതി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് അവരാണെന്ത്? പേയി എന്ന് പറയുന്നത്. ആരാണോ കാശ് കളക്ട് ചെയ്യുന്നത് അയാളാണ് പേയി കേട്ടോ. അപ്പോൾ ഈ 3 പാർട്ടീസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ കുറിച്ചും ആൻറ്റി ഡേറ്റഡ് ചെക്കിനെ കുറിച്ചും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കയറി വരാറുണ്ട്. ചിലവർ കൺഫ്യൂഷൻ കാരണം തെറ്റിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം കേട്ടോ.
എന്താണ് പോസ്റ്റ് ഡേറ്റഡ് എന്ന് നോക്കാം. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വെച്ചാൽ ഒരു ഭാവി തീയതിയിലേക്കുള്ളതായിരിക്കും, അല്ലെങ്കിൽ തുടർന്ന് വരണമെന്ന തീയതി ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ചെക്കുകളാണ് പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറയുന്നത്. തീയതിക്ക് ശേഷമുള്ള തീയതി, അതായത് തുടർന്ന് വരുന്ന തീയതി അല്ലെങ്കിൽ ഭാവിയിലെ ഒരു തീയതിയിൽ എഴുതിയ ചെക്കാണ് എന്ത്, പോസ്റ്റ് ഡേറ്റഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ചെക്ക് ഇപ്പോൾ ഒരു 19 മെയ് 2024 ആണ് എന്ത് എഴുതണത് 19 മെയ് 2024 പക്ഷേ ഡേറ്റ് ഇടുന്നതോ 18 ജൂലൈ ആണ് 2024 ഡേറ്റ് ഇടുന്നത്. നോക്കി, അപ്പോൾ ഇതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് അല്ലേ. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ കൊടുക്കുന്നു, പക്ഷേ ഇടുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഇൻവാലിഡ് ആവാറുണ്ട് എന്ന് പറയുന്നത്. ഇൻവാലിഡ് ചെക്കാണെന്നൊക്കെ പറയാറുണ്ട്. കാരണം വാലിഡിറ്റി പെട്ടെന്ന് തീർന്നു പോകും അല്ലേ. അപ്പോൾ അത് കാരണമാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ചെക്കിൻ്റെ കാലാവധി 3 മാസമാണ് നമ്മൾ കാലാവധി പറയുന്നത്. 3 മന്ത്സാണ് ചെക്കിൻ്റെ കാലാവധിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസഫീഷ്യൻറ്റി ഓഫ് ഫണ്ട്സൊക്കെ കാരണമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ സഫീഷ്യൻ്റായ ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ചെക്ക് വേണം താനും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടിട്ട് കൊടുക്കും. അപ്പോൾ അയാൾ അതിനനുസരിച്ചിട്ട് മാറിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് കൈപ്പറ്റുകയാണ്. ഓക്കെ, റൈറ്റിംഗ് എ ചെക്ക് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി ചെക്ക് ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെയാണ് അപ്പോൾ കാശുമായി ബന്ധപ്പെട്ട് ഈ ഒരു പീരിയഡിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ വന്നേക്കാം, അല്ലാതെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പറയണത് കേട്ടോ. പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ കുറിച്ച് നമ്മൾ അതാണ് പറയണത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് 7ാമത്തെ ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 7ാമത്തെ ക്വസ്റ്റ്യനാണ്. പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് ചെക്ക് ഈസ് പേയബിൾ. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ആർക്കാണ് എമൗണ്ട് കിട്ടുന്നത്, പേയിക്കാണ്. ഡ്രോയറാണോ, പേയിയാണോ, ഡ്രോയി ആണോ, ആക്സെപ്റ്റർ ആണോ? പേയിക്കാണ് അങ്ങനത്തെ ഒരു എമൗണ്ട് കിട്ടണതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നെഗോഷ്യബിൾ ബൈ യൂസേജ് ഓർ കസ്റ്റം. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണോ ചോദിച്ചാൽ ആണ്. അത് കസ്റ്റം, അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടുള്ളതാണ്. നെഗോഷ്യബിൾ ബൈ യൂസേജ്, ഉപയോഗിച്ച് അവ എന്താണ്, അത് എന്തായി മാറിയതാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റായി മാറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ബൈ കസ്റ്റം അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ബൈ യൂസേജ് എന്ന് പറയുന്നത്. സാധാരണ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് സെക്ഷൻ 13 പറഞ്ഞത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് NI ആക്ടിലെ 13 പറയണത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് NI ആക്ടിലെ 13 പറയുന്നത്. NI ആക്ടിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. NI ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 9 ഡിസംബർ 1888 ആക്ട് നമ്പർ 26 ഓഫ് 1881 ആയിട്ടാണ് NI ആക്ട് പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ NI ആക്ട് എന്നാണ് പാസ് ചെയ്യുന്നത്? ഡിസംബർ 9 1881. അപ്പോൾ ഒരുപാട് 8കളുണ്ട്. അപ്പോൾ 9 ഡിസംബർ എന്ന് ആലോചിക്കുക കേട്ടോ. 9 ഡിസംബറാണ്. 8കളുണ്ട്. 8കളെ തുടർന്ന് 8 + 1 9 അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. 9 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. അതിൽ 11 ഡിസംബറും ഉണ്ട്, ലാസ്റ്റാണ് എന്ന് ഓർത്ത് വയ്ക്കാം. ആക്ട് നമ്പർ 26 ഓഫ് 1881 ആക്ട് നമ്പർ 26 ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി അത് കെയിം ഇൻ ടു ഫോഴ്സ് വന്നതോ? അത് 1 മാർച്ചിലാണ് കേട്ടോ. നെക്സ്റ്റ് ഇയർ, അതായത് 1882 മാർച്ച് 1 അത് കെയിം ഇൻ ടു ഫോഴ്സ് വരുന്നത്. അതും ആലോചിക്കാം. 148 സെക്ഷൻസ് ആണ് NI ആക്ടിലുള്ളത്. എത്ര സെക്ഷൻസ് ഉണ്ട്? 148 സെക്ഷൻസ് ആണുള്ളത്. അതിൽ 2018 ഈ 148ാമത്തെ സെക്ഷൻ ആഡ് ചെയ്തത് എന്നും കൂടി ഓർത്തിരിക്കും. ഓക്കെ, NI ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ദ എൻറ്റയർ കൺട്രി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. NI ആക്ട് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണെന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് സെക്ഷൻ 13 3 പ്രധാനപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് പറയണത്. ഇവിടെ സെക്ഷൻ 13 പറയണത് ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡിഫൈൻസ്
എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേയബിൾ ഐദർ ടു ഓർഡർ ഓർ ടു ബിയറർ വെദർ ദ വേർഡ് ഓർഡർ ഓർ ബിയറർ അപ്പിയേഴ്സ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ഓർ നോട്ട്. അങ്ങനെയാണ് പറയണത്. ഡെഫിനിഷനൊന്നും നമുക്ക് കാര്യമില്ല, നമ്മൾ എസ് എ അല്ലല്ലോ എഴുതാൻ പോകുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മണി അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ദീസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ക്യാഷ് സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പാലിച്ചു കഴിഞ്ഞാൽ അവ പെട്ടെന്ന് എന്താവും, ലിക്വിഡ് മണി ആയിരിക്കും അല്ലേ. പക്ഷെ ഓടിപ്പോയിട്ടല്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രമേ അത് ലിക്വിഡ് മണി ആവുള്ളൂ. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്കണോമി ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഡെബ്റ്റ്സ് ആൻഡ് ക്ലെയിംസ്. ദ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇൻ അവർ കൺട്രി ആർ റെഗുലേറ്റഡ് ബൈ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 പരിധിയിൽ വന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ബൈ കസ്റ്റം അല്ലെങ്കിൽ യൂസേജ് വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് എന്നിവയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലാതെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഓൾ ഇറ്റ്സ് പർട്ടിക്കുലേഴ്സ്, എല്ലാ പർട്ടിക്കുലേഴ്സും ഉള്ള, അതായത് എല്ലാ പിന്നെ ഫീച്ചേഴ്സും ഉള്ള, എല്ലാ റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ എല്ലാ അതിലുള്ള എഴുതേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി കംപ്ലീറ്റ് ആയതിനെ കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. എന്നാൽ ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഐദർ ആസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണോ പ്രോമിസറി നോട്ട് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. അതിന് ആംബിക്വസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറയുക. എന്താ പറയുക? ആംബിക്വസ് ഇൻസ്ട്രുമെൻറ്റ്. ആകെ ആശയക്കുഴപ്പമാണ്. അപ്പോൾ അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് ആംബിക്വസ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ യൂസേജ് ഓർ കസ്റ്റം. അത് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഹുണ്ടീസ്, പണ്ടത്തെ ഹുണ്ടികളൊക്കെ അല്ലേ, ഹുണ്ടീസ്, ഷെയർ വാറണ്ട്, അതായത് നമ്മൾ കുറികളൊക്കെ ചേർന്നിട്ടുള്ള സംഭവങ്ങൾ, ഷെയർ വാറണ്ട്, ഡിവിഡൻഡ് വാറണ്ട്, ബാങ്ക് ഡ്രാഫ്റ്റ്, സെക്കുലർ നോട്ട്സ്, ബിയറർ ഡിബഞ്ചർ, റെയിൽവേ റിസീപ്റ്റ്സ്, ഡെലിവറി ഓർഡേഴ്സ്. ഇവയൊക്കെയാണ് എന്ത് പറയണത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ യൂസേജ് ഓർ കസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹുണ്ടീസ്, ഷെയർ വാറണ്ട്, ഡിവിഡൻഡ് വാറണ്ട്, ബാങ്ക് ഡ്രാഫ്റ്റ്, സെക്കുലർ നോട്ട്സ്, ബിയറർ ഡിബഞ്ചർ, റെയിൽവേ റിസീപ്റ്റ്സ് ആൻഡ് ഡെലിവറി ഓർഡേഴ്സ്. ഇവയെല്ലാമാണ് ബൈ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഷെയർ വാറണ്ടാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇവിടെ ഏതാ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി, ഷെയർ വാറണ്ടാണ് വരിക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ യൂസേജ് ഓർ കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കടന്നു വരും? ഷെയർ വാറണ്ടാണ് വരിക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എ ബാങ്കർ ഷുഡ് നോട്ട് റിഫ്യൂസ് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഇഫ്. ഒരു ബാങ്കർക്ക് അത് റിഫ്യൂസ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെ? ചെക്കിൻ്റെ പേയ്മെൻറ്റ് റിഫ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കഴിയില്ല. ആ സിറ്റുവേഷൻ ഏതാണെന്നാണ്. ഫസ്റ്റത്തെ, ദ ചെക്ക് കണ്ടെയ്ൻസ് ആൻ അപ്പാരൻറ്റ് മെറ്റീരിയൽ ഓൾട്രേഷൻ വിച്ച് ഈസ് നോട്ട് പ്രോപ്പർലി ഓതൻറ്റിക്കേറ്റഡ് ബൈ ദ ഡ്രോയർ. അപ്പോൾ എന്താണ് ഈ അപ്പാരൻറ്റ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രകടമായ മെറ്റീരിയൽ ഓൾട്രേഷൻ ഉണ്ട് അതിൽ. പിന്നെ മാത്രമല്ല വിച്ച് ഈസ് നോട്ട് പ്രോപ്പർലി അത് ഡ്രോയർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കും. തൽക്കാലം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ആർക്കാണ്? ഡ്രോയർക്കാണത് തിരുത്താനുള്ള അധികാരം അല്ലേ. പക്ഷേ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബാങ്ക് അത് റിഫ്യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ബാങ്ക് അത് റിഫ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് അല്ല ഉത്തരം. സോ അത് റിഫ്യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ദ ചെക്ക് ഈസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മിക്കവാറും കാര്യങ്ങളിൽ എടുക്കില്ല. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്തായിരിക്കും? റിഫ്യൂസ് ചെയ്യും എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാങ്കിങ് സംഭവത്തിൽ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും. നിങ്ങൾ ഓവറായിട്ട് കയറി ചിന്തിക്കരുത്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, വിടുക. ഓക്കെ, നമ്മൾ അതെന്താണ്, എങ്ങനെയാണ്, എങ്ങനെ വന്നു, അങ്ങനെ ഒരുപാട് വാസ്റ്റായിട്ട് ചിന്തിച്ച് നമ്മൾ തല പുണ്ണാക്കരുത്. നമ്മളൊരു കാര്യം കേൾക്കുന്നു, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിനെ മനസ്സിലാക്കുന്നു, നമുക്ക് മാർക്ക് വരുത്തുക, അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സൊക്കെ ബെനഫിറ്റാണ്. സോ നമ്മളത് ആഡ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അത് എവിടെ നിന്ന് കിട്ടിയാലും, പുസ്തകത്തിൽ നിന്ന് കിട്ടിയാലും വല്ല സൈറ്റുകളിൽ നിന്ന് കിട്ടിയാലും എവിടെ നിന്നായിക്കോട്ടെ, ബൈ എനി ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കരുത്. ഓക്കെ, കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് വെക്കുക. ഒരുപാട് സംശയങ്ങൾ ഈ ചെക്കുമായിട്ട് പലവരും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ വാസ്റ്റായിട്ട് ചിന്തിച്ച് തലപുണ്ണാക്കരുത്. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിൽ പഠിച്ചു പോവുക. ഓക്കെ,
ദ ചെക്ക് ഈസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണെങ്കിൽ റെഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ. ദ ചെക്ക് ബിയേഴ്സ് മോർ ദാൻ 2 എൻഡോഴ്സ്മെൻറ്റ്, 2 എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതൊരു പ്രശ്നമാണോ? അല്ല, അത് തീർച്ചയായിട്ടും പേയ്മെൻറ്റ് കൊടുക്കാം. 2 എൻഡോഴ്സ്മെൻറ്റ് നടത്തിയെന്ന് വെച്ചാൽ റെഫ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. എൻഡോഴ്സ്മെൻറ്റ് എത്ര വേണമെങ്കിൽ നടത്താം, അങ്ങനെ ഇത്ര ആൾക്കെന്നൊന്നും പറയണില്ല. സ്ഥലമില്ലാതെ വന്ന അലോഞ്ച് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു പീസ് ഓഫ് പേപ്പർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് അലോഞ്ച് എന്നാണ് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ചെക്ക് ഈസ് ഡ്രോൺ ഓൺ അനദർ ബ്രാഞ്ച് ഓഫ് ദ സെയിം ബാങ്ക്. ഒരു ബാങ്കിൻ്റെയാണ്, പക്ഷെ വേറൊരു ബ്രാഞ്ചിലാണ് ഡ്രോൺ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇപ്പോൾ പക്ഷേ അങ്ങനെ കിട്ടും എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ അത് എന്തേക്കാം, റിഫ്യൂസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഉത്തരം എന്ന് പറയണത് ഏതാണ്? അത് ചെക്ക് ബിയേഴ്സ് മോർ ദാൻ 2 എൻഡോഴ്സ്മെൻറ്റ്. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ് പറയണത്? ദ ബാങ്കർ ഹാസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു. അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ്, ബാങ്കിന് പലതരത്തിലുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒബ്ലിഗേഷൻസിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ആൻറ്റി ഡേറ്റഡ് പറയാൻ വിട്ടുപോയിട്ടോ, സോറി. അപ്പോൾ നമുക്ക് ആൻറ്റി ഡേറ്റഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാം. പോസ്റ്റ് ഡേറ്റഡ് നമ്മൾ പറഞ്ഞു. ആൻറ്റി ഡേറ്റഡ് എന്താണ്? അതിന് നേരെ റിവേഴ്സാണ് അല്ലേ. അതായത് കറണ്ട് ഡേറ്റ്, ഇപ്പം ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ മുമ്പത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. അതാണ് കേട്ടോ മുമ്പത്തെ ഡേറ്റ്. കുറച്ചുകൂടി ആൻറ്റി എന്ന് വെച്ചാൽ ആൻറ്റി ഡേറ്റഡ് എന്നാണല്ലോ പറയാം. ആൻറ്റി ഓൾഡ് ആണെന്ന് ആലോചിച്ചാൽ മതി. ആൻറ്റിക് എന്ന് വെച്ചാൽ പഴയതാണല്ലോ. അപ്പോൾ പഴയ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഇന്നത്തെ പ്രസൻറ്റ് ഡേറ്റ് അല്ല, കുറച്ച് പഴയത്. ആൻറ്റി പഴയ ആളാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ആൻറ്റിക് പീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഓൾഡ് പീസ്. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. എനിക്ക് തന്നെ പലതവണ കൺസെപ്റ്റൊക്കെ മനസ്സിലാണ്, പക്ഷെ നേരത്തെ നമുക്ക് ആട് ഉൾട്ടയാവും. അത് തെറ്റിച്ചിട്ടുണ്ട് ഞാൻ. ഈ ആൻറ്റി ഡേറ്റും പോസ്റ്റ് ഡേറ്റും ഒക്കെ മാറി കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ വെച്ച്, ചിലപ്പോൾ എല്ലാവർക്കും തെറ്റിക്കൊള്ളണമെന്നില്ല, ചിലവർക്ക് തെറ്റും ചിലവർക്ക് തെറ്റില്ല കേട്ടോ. ഓക്കെ. അങ്ങനെ തെറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഞാൻ പഠിത്ത കാലത്താണ് ഇതൊന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചു വെച്ചത്. സോ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് നമ്മൾ ഒബ്ലിഗേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബാങ്കർക്ക് കുറേ ഒബ്ലിഗേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓപ്ഷൻസ് നോക്കുമ്പം ഹോണർ കസ്റ്റമേഴ്സിൻ്റെ ചെക്ക് ഹോണർ ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക, അതൊന്ന്. രണ്ടാമത്തെ പറയുന്നത് എക്സസൈസ് ലീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാങ്കേഴ്സ് ലീന് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഹോണർ കസ്റ്റമേഴ്സ് ബില്ല് ഹോണർ ചെയ്യുക, അത് പേയ്മെൻറ്റ് നടത്തുക, അതും ബാങ്കിൻ്റെ ഒബ്ലിഗേഷൻ തന്നെയാണ്. പിന്നെ മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ദ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട്സ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവരോടും ഒരാൾ ചെന്ന് ചോദിക്കുകയാണെന്ന്, ഇന്ന ആൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ബാങ്ക് തരുമോ? ഇല്ല, തരില്ല. വല്ല പോലീസുകാരോ കസ്റ്റംസുകാരോ അങ്ങനെ പ്രധാനപ്പെട്ട വല്ല ഒഫീഷ്യൽസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബാങ്കിലെ ആൾക്കാർ പറയുന്നുണ്ടാവും അല്ലേ കോർട്ടിൽ നിന്ന് വല്ല ഓർഡറോ അങ്ങനെയൊക്കെ വേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ നമ്മൾ നേരിട്ട് പോയി ചോദിച്ചാൽ പറയുമില്ല, തരില്ല. അപ്പോൾ അതാണ് കാര്യം. അവർക്ക് അത് അവരുടെ ഒരു ജെന്യുവിനിറ്റിയാണ്, അവരുടെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസ്യതയുടെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സീക്രസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ആ ബാങ്കിനോട് നമുക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഒബ്ലിഗേഷൻ എന്താണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. ഒബ്ലിഗേഷൻ ബൈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം വന്ന ഒബ്ലിഗേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു സെക്ഷൻ കൂടെ ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 31 പ്രത്യേക ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ട് NI ആക്റ്റിൽ കേട്ടോ. NI ആക്റ്റിലെ സെക്ഷൻ 31 പ്രത്യേകം പറയുന്നുണ്ട്, ഇങ്ങനെ ഹാവിങ് സഫീഷ്യൻറ്റ് ഫണ്ട് ഉണ്ടോ ഡ്രോയറിൽ നോക്കണം. അതിനുശേഷം ചെക്ക് കറക്റ്റായിട്ട് ഹോണർ ചെയ്യാനും പേയ്മെൻറ്റ് നടത്താനുമുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? ബാങ്കിൻ്റെ ആണെന്ന് സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 31. സെക്ഷൻ 31 ഓഫ് NI അതാണ് സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ബാങ്കിൻ്റെ ഒബ്ലിഗേഷൻസ് തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ബാങ്കിൻ്റെ ഒബ്ലിഗേഷൻസ് തന്നെയാണ്. പക്ഷെ ബൈ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? ഏതാ എഴുതേണ്ടത്? ഹോണർ കസ്റ്റമേഴ്സ് ചെക്കാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം.
അപ്പോൾ അത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ ധാരാളം ഒബ്ലിഗേഷൻസ് വരുന്നൊക്കെ ഉണ്ട്, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ ഈ സെക്ഷൻ 31 പ്രകാരം ഉള്ളതാണ്. ആത്യന്തികമായിട്ട് ബൈ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയണ കാരണം സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ടോ, അതുപോലെ ചെക്ക് പ്രോപ്പർലി ഡ്രോൺ ആണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് നടത്താം, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് വ്യക്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പറയണത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിനെ കുറിച്ചാണ്. ക്രോസിങ് വളരെ വിശാലമായൊരു ഭാഗമാണ്. ക്രോസിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. നമുക്ക് ചെയ്യാം കേട്ടോ. ബാങ്കിങ്ങിൻ്റെ ഓരോ ടോപ്പിക്കാണ് നമ്മൾ ചെയ്തു വരണല്ലേ ഉള്ളൂ. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസൊന്നും ഇല്ല, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം പതുക്കെ നമുക്ക് ടോപ്പിക്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ടോപ്പിക്സ് നമ്മൾ ആദ്യം തൊട്ടേ ആഡ് ചെയ്ത് വരുമ്പം നമ്മുടെ ഈ എക്സാമിന് ചിലപ്പോൾ ബെനിഫിറ്റ് ആകാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ, അതോ നിങ്ങൾക്ക് ഇങ്ങനെ ടോപ്പിക് വൈസ് ഫുള്ളാണോ വേണ്ടത്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഫുൾ അങ്ങനെ ഒന്നേന്ന് തൊട്ടിട്ട് ഇങ്ങനെ ടോപ്പിക്ക് മൊത്തം എടുത്ത് തരികയാണോ. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ആണെങ്കിൽ അത് മൊത്തം, പക്ഷേ അത് ഒരുപാട് സീരിയസ് ആയിട്ട് കടന്നു പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എക്സാം ആവാനായ സ്ഥിതിക്ക് ആദ്യം തൊട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് തന്നെയാണ് നല്ലത്. പക്ഷേ എക്സാം ആവാനായ സ്ഥിതിക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ആദ്യം, പുതിയ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യണം, നന്നായി ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രം എന്ത് ചോദിക്കുന്നു, എന്ത് ചോദിക്കുന്നില്ല, ഏത് മേഖലയിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത് നമുക്ക് 160 എണ്ണം അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. കാരണം CSEBയുടെ കേസിലാണെങ്കിൽ, അപ്പോൾ PSCക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക. ചുമ്മാ കയറി കറപ്പിച്ചാൽ നമ്മളെ റാങ്കിനെ ബാധിക്കും. അപ്പോൾ രണ്ടും അതിൻ്റെ ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ബെനിഫിഷ്യൽ? ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ട് പോകുമ്പോൾ കുറച്ച് കൂടുതൽ ഫാക്റ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ മറ്റേ ടോപ്പിക് വൈസ് ഒന്നേന്ന് തുടങ്ങുകയാണോ? ഏതാണ് ബെനിഫിഷ്യൽ എന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിനെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ഈസ് എ വാർണിംഗ് ടു ഡാഷ്. ആർക്കുള്ള വാർണിംഗ് ആണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് പേയിങ് ബാങ്കർക്കാണോ? ഓപ്ഷൻ എ പേയിങ് ബാങ്കറാണ്, ഓപ്ഷൻ ബി ഹോൾഡറാണ്, ഓപ്ഷൻ സി കളക്റ്റിംഗ് ബാങ്കറാണ്, ഓപ്ഷൻ ഡി ബോത്ത് A and B. ആർക്കുള്ളതാണ്? ഹോൾഡർക്കുള്ളതാണ് കേട്ടോ. ഹോൾഡറാണ് ഉത്തരമായിട്ട് വരുന്നത്. ഹോൾഡർക്കുള്ളതാണ് ഈ ഒരു വാർണിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാർണിംഗ് നടക്കുന്നത് എന്ന് നോക്കാം. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിൻ്റെ സെക്ഷൻ 130 അത് ഓർത്തിരിക്കണം ആദ്യം. നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ O ഉണ്ട് അല്ലേ, 0 ഉണ്ട്. അതേപോലെ 130ലും 0 ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കാമല്ലേ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് 130. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് എത്രയാണ്? സെക്ഷൻ 130 ഓഫ് NI ആക്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിൽ ട്രാൻസ്ഫററും ട്രാൻസ്ഫറിയും ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫറിക്ക് കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്ന ആളെക്കാളും എന്ത് കിട്ടുന്നില്ല? ബെനഫിറ്റ്, ബെറ്റർ ടൈറ്റിൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദ ട്രാൻസ്ഫറി ഓഫ് സച്ച് ചെക്ക് ഡസ് നോട്ട് ഗെറ്റ്, ഒരിക്കലും കിട്ടുന്നില്ല, ആൻഡ് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് ഗീവിങ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ. ഓക്കെ, ട്രാൻസ്ഫറിനേക്കാൾ മികച്ചൊരു ടൈറ്റിൽ ആർക്ക് കിട്ടില്ല? മികച്ചൊരു അവകാശം ആർക്ക് കിട്ടുന്നില്ല? ട്രാൻസ്ഫറിക്ക് കിട്ടുന്നില്ല. ഈവൻ ഇഫ് ഹി ടേക്സ്, ഒരു നല്ല കൺസിഡറേഷനോട് കൂടിയാണ്, ഉത്തമ വിശ്വാസം, ഗുഡ് ഫെയ്ത്തോടു കൂടിയാണ് ഇതൊക്കെ ട്രാൻസാക്ഷൻസൊക്കെ നടത്തിയത് എങ്കിലും എന്ത് കിട്ടില്ല? കറക്റ്റായിട്ടുള്ള ഒരു ബെറ്റർ ടൈറ്റിൽ കിട്ടില്ല. അത് ഈ ഒരു നോട്ട് നെഗോഷ്യബിൾ ക്രോസിൻ്റെ വാർണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾഡർ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കണം. ഇത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതായത് ഒന്നുമില്ല, 2 പാരലൽ ലൈൻ വരച്ചിട്ട് അതിൻ്റെ നടുക്ക് എന്തെഴുതും? നോട്ട് നെഗോഷ്യബിൾ എന്നെഴുതും. അതാണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ ചിലവർ ബാങ്കിൻ്റെ പേരെഴുതും. അങ്ങനെ സ്പെഷ്യൽ ക്രോസിങ്ങും നടത്താം, ഇതിൽ ജനറൽ ക്രോസിങ്ങും നടത്താം, രണ്ടും നടത്താം. ഇപ്പം നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നോ ഏതാ ബാങ്കിൻ്റെ പേര് വെച്ചാൽ അതെഴുതാം. അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് അക്കൗണ്ട് പേ ഓൺലി എന്നെഴുതാം. അപ്പം അങ്ങനെ ക്രോസ് ചെയ്യാം.
അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കൺസിഡറേഷൻ, അത് നോക്കി വെക്കണം. പിന്നെ ഇത് ഡസ് നോട്ട് അഫക്റ്റ് എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റീനെ ബാധിക്കില്ല. അത് കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇത് നെഗോഷ്യബിലിറ്റി ഇവിടെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. നെഗോഷ്യബിലിറ്റി ഇല്ല, അതിന് ട്രാൻസ്ഫറബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഡസ് നോട്ട് അഫക്റ്റ് ദ ട്രാൻസ്ഫറബിലിറ്റി ബട്ട് അഫക്റ്റ് ദ നെഗോഷ്യബിലിറ്റി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. ഓക്കെ, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുക, എന്തിനെയാണ് അഫക്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് ഒരു വാർണിംഗ് ആണ് ആർക്ക്? ഹോൾഡർക്ക് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന്, അത് വാങ്ങുന്ന ഒരാൾക്ക് അല്ലേ. ദാറ്റ് ദ ടൈറ്റിൽ ഈസ് എ സബ്ജക്റ്റ് ടു ഡിഫാക്ട്. ഈ കിട്ടാൻ പോകുന്ന ടൈറ്റിൽ എന്താണ്? ഒരു ഡിഫക്റ്റുള്ള ടൈറ്റിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. നോട്ട് നെഗോഷ്യബിൾ ക്രോസ് ടു ചെക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ് ഫർദർ എൻഡോഴ്സ് ചെയ്തിങ്ങനെ പോണേന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനായിരിക്കും ഈ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടാവുക? മെയിൻലി എന്തിനാണ്? അവോയ്ഡ് തെഫ്റ്റും ഫ്രോഡും ഒക്കെ നടക്കാതിരിക്കണം. കൈമാറി ഫ്രോഡ്സ് വരും. അപ്പോൾ അവസാനം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ അത് കാരണമൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ക്രോസിങ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിന് പ്രാധാന്യമേറുന്നതെന്ന് പറയാം. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് എത്രയോ സെക്ഷൻ? 130 സെക്ഷൻ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ 11 വരെയാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ഉള്ളത് 11 ക്വസ്റ്റ്യൻസാണ്, 11 വരെയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ കഴിഞ്ഞ സീരീസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും അറിയണതായിരിക്കും. ചെക്കുമായി ബന്ധപ്പെട്ടതാണ്, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗത്തുള്ളതാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, പിന്നെ അതുപോലെ തന്നെ ബാങ്കറുടെ. അപ്പോൾ ഒരു 6-7 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് കടന്നു വരുന്നുണ്ട് നമ്മൾ ഓർക്കുക. ഓക്കെ, ഒരു 6-7 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരാം. അപ്പോൾ ഈ ഭാഗം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ ഭാഗത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ഭാഗം ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളത് ഓർത്തിട്ടാവില്ല സ്കിപ്പ് ചെയ്യണത്. ഏത് ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ കടന്നു വരാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മളിങ്ങനെ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ GK-യും എല്ലാം നമുക്കൊരു സീരീസ് പോലെ ചെയ്യാം. അപ്പോൾ കുറേ നമ്മൾ ഓവർലോഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫോളോ ചെയ്യുന്നവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇടാം. ഓക്കെ, അപ്പം ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ പറ്റണ പോലെ കണ്ട് പോരാ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ്ങുള്ള കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിൾ ചെയ്യാതെ പറ്റില്ല. എല്ലാവരും ഫാസ്റ്റാണ് അല്ലേ. ഈ ലോകം തന്നെ ഫാസ്റ്റാണ്. എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഒരു ജോലിയാണ്, നിലനിൽപ്പാണ്, എല്ലാമാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു ഡ്രീമുണ്ട് അല്ലേ. അപ്പോൾ ആ ഡ്രീമൊക്കെ ഒരു കംസ് ട്രൂ ആവുന്നൊരു മൊമെൻറ്റ് വരും നമ്മുടെയൊക്കെ ലൈഫിൽ. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പോസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ബാങ്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ആ ഒരു സീറ്റ് സ്വപ്നം കാണുക, ആ ഒരു ടാഗൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ ജോലിക്ക് പോകുന്നതായിട്ട് കറക്റ്റായിട്ട് നമ്മളത് സ്വപ്നം കണ്ടു പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയണേ. അപ്പം എങ്ങനത്തെ സീരീസാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ കുറച്ചും കൂടി നന്നായിരുന്നു. ഇത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്നും അറിയില്ല. നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ അറിയില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ആരെയായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം തോന്നുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണ്, പല ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതാണ്, ഇങ്ങനത്തെ സീരീസാണോ വേണ്ടത്, ഇതാണോ ഹെൽപ്ഫുൾ, അതോ ഫുൾ ടോപ്പിക് കവേർഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുക, ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നമ്മൾ 11 ആയിട്ടുള്ളൂ. അത് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് കഴിഞ്ഞ് നമുക്ക് ജൂനിയർ ക്ലർക്ക് എടുക്കാം. 2024 ജൂനിയർ ക്ലർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അക്കൗണ്ടൻസിയിലേക്ക് കയറാം കേട്ടോ. പിന്നെ 2023, 2022 അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.